ഹായ് ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഏറ്റവും രസകരമായ ഒരു അപ്കമിങ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിദ്ധാർത്ഥിൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ സുധീഷിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ നിധി ശ്രമിക്കുമ്പോൾ അവർ തമ്മിൽ ഇഷ്ടമുണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ് സുധീഷ് സംസാരിക്കുന്നത്. സുധീഷിൻ്റെ വാക്കുകൾ കേട്ട് വിഷമിച്ചിരിക്കുകയാണ് നിധി. പിന്നീട് അടുക്കളയിൽ സുഭാഷും സുധീഷും നികേഷും ഒക്കെ നിൽക്കുന്നത് കണ്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട് നിധി. ആ സമയം കഴുകി വെച്ചിരിക്കുന്ന തുണികൾ പുറത്തിടാൻ കൊണ്ടുപോകുന്നുണ്ട് സുധീഷ്. സുധീഷിൻ്റെ മുഖം ശ്രദ്ധിച്ച് നിധി സുധീഷിൻ്റെ അടുത്ത് വന്ന് എന്തു പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലാന്ന് സുധീഷ് പറയുമ്പോൾ ഇത് വെറുതെ പറയുന്നതാണെന്നും മുഖം കണ്ടാൽ ഇഞ്ചി തിന്ന കുരങ്ങിനെ പോലെ ഉണ്ടെന്നും പറയുന്നുണ്ട് നിധി. എന്തു പറ്റിയെന്ന് നിധി ഒന്നുകൂടെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഞാൻ നോർമലായാണ് ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട് സുധീഷ്. അല്ല സുധീഷ് ഇപ്പോൾ എന്നോട് നന്നായി സംസാരിക്കാറില്ല എന്ന് പറയുന്നുണ്ട് നിധി. അപ്പോൾ നിധി ഇപ്പോൾ ഞാൻ നിധിയോട് സംസാരിക്കാറില്ല എന്നൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സുധീഷ്. അതെ, ഇപ്പോൾ എന്നോട് സുധീഷ് സംസാരിക്കാറില്ല, എന്നെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. എന്താണ് കാര്യമെന്ന് എന്നോട് പറയുന്നുണ്ട് നിധി. ഞാൻ പറഞ്ഞില്ലേ ഒന്നുമില്ലാന്ന് എന്ന് പറയുന്നുണ്ട് സുധീഷ്. അങ്ങനെ പറഞ്ഞ് സുധീഷ് തുണികൾ എടുക്കുന്നുണ്ട്. ആ സമയം കൈക്ക് പിടിച്ച് സുധീഷ് എന്തായത്, ഞാൻ ചോദിക്കുന്നൊന്നും കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ നിധി. ഞാൻ സംസാരിച്ചാൽ എന്താ, സംസാരിച്ചില്ലെങ്കിൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് സുധീഷ്. എന്നാൽ സുധീഷ് എന്താണ് എന്നോട് സംസാരിക്കാത്തത്, എനിക്ക് റീസൺ അറിയണ്ടേന്ന് ചോദിക്കുന്നുണ്ട് നിധി. എപ്പോഴും സംസാരിക്കുന്ന ആൾ പെട്ടെന്ന് സംസാരിക്കാതായാൽ എന്താണ് ഞാൻ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് നിധി. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ സുധീഷ് എന്നോട് സംസാരിക്കാത്തതെന്ന് ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കുകയാണ് ഞാൻ എന്ന് പറയുന്നുണ്ട് നിധി. എനിക്ക് വേണ്ടി നിധി അത്രയ്ക്കൊക്കെ ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് സുധീഷ്. വെറുപ്പിക്കാതെ എന്താണെന്ന് പറ സുധീഷ് എന്ന് നിധി പറയുമ്പോൾ നിധിക്ക് അറിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സുധീഷ്. എനിക്കറിയാമായിരുന്നെങ്കിൽ ഞാൻ എന്തിനാ ചോദിക്കുന്നതെന്ന് പറയുന്നുണ്ട് നിധി. നിധിക്കിപ്പോൾ സംസാരിക്കാൻ ഒരുപാട് പേരുണ്ടല്ലോ, ഞാൻ സംസാരിച്ചാൽ എന്താ, സംസാരിച്ചാൽ ഇല്ലെങ്കിൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് സുധീഷ്. എനിക്ക് സംസാരിക്കാൻ ഒരുപാട് പേരുണ്ടെന്ന് ഞാൻ സുധീഷിനോട് പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് നിധി. സുധീഷ് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, സുധീഷിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് നിധി. റെസ്റ്റോറൻറ്റിൽ നിന്ന് എന്നെ പിക്കപ്പ് ചെയ്യാനായി വന്നില്ലേ, അന്ന് തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. ഞാൻ ഹോട്ടലിൽ എല്ലാവർക്കും ഒപ്പം ഫുഡ് കഴിക്കാൻ പോയത് സുധീഷിന് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് നിധി ചോദിച്ചപ്പോൾ അതിനെന്തിനാ ഞാൻ ദേഷ്യപ്പെടുന്നത് നിധിയോട്. ആ സിദ്ധാർത്ഥിനെ കാണുന്നതേ എനിക്കിഷ്ടമല്ല, അവനെ കാണുമ്പോഴേ എനിക്ക് ദേഷ്യം വരുമെന്ന് പറയുന്നുണ്ട് സുധീഷ്. സുധീഷ് എന്തിനാ സിദ്ധാർത്ഥിനോട് ദേഷ്യം കാണിക്കുന്നതെന്ന് നിധി ചോദിക്കുന്നുണ്ട്. സിദ്ധാർത്ഥ് എനിക്കൊപ്പം ഫുഡ് കഴിക്കാനുണ്ടായിരുന്നു, അതാണോ സിദ്ധാർത്ഥിനോട് സുധീഷിന് ദേഷ്യം എന്ന് ചോദിക്കുന്നുണ്ട് നിധി. ഒരു കാര്യം ചെയ്യാം നിധി, നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ ഓരോന്ന് പറയും, അത് കേട്ട് നിധിക്ക് ദേഷ്യം വരുമെന്ന് പറയുന്നുണ്ട് സുധീഷ്. അപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷനാകും, എന്തിനാ എന്നെ വെറുതെ വിട്ടേക്കെന്ന് പറയുന്നുണ്ട് സുധീഷ്. എന്തു പറ്റി സുധീഷ്, മനസ്സിലാകുന്ന പോലെ സംസാരിക്കാൻ പറയുന്നുണ്ട് നിധി. ആ സിദ്ധാർത്ഥ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സുധീഷ്. അതിന് സിദ്ധാർത്ഥ എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് നിധി. ഒന്നും അറിയാത്ത രീതിയിൽ നിധി എന്നോടൊന്നും ചോദിക്കണ്ട, എനിക്കറിയാത്തത് കൊണ്ടല്ലേ സുധീഷ് ചോദിക്കുന്നത്, പറ എന്താണ് അയാൾ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് നിധി. നിധി അവൻ്റെ പെണ്ണാണെന്ന് പറഞ്ഞു, എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു നിധി അവൻ്റെ പെണ്ണാണെന്ന് എന്ന് പറയുന്നുണ്ട് സുധീഷ്. നിധി എൻ്റെ പെണ്ണാണ്, അവളെ സൂക്ഷിച്ചു കൊണ്ടുപോകണം, എന്നിട്ട് വിളിക്കണമെന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് സുധീഷ്. ഇതൊക്കെ എന്തിനാ അവൻ എൻ്റെ മുഖത്ത് നോക്കി പറയുന്നതെന്ന് സുധീഷ് ചോദിച്ചപ്പോൾ സിദ്ധാർത്ഥ അങ്ങനെയൊന്നും പറയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ നിധി. സത്യമായിട്ടും അവനങ്ങനെ പറഞ്ഞെന്ന് സുധീഷ് പറയുന്നുണ്ട്. സുധീഷ് എന്നോട് നുണ പറയുകയാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുന്നുണ്ട് നിധി. എനിക്കറിയായിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ നിധി ഇങ്ങനെ പറയുള്ളൂ എന്ന്, അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാതിരുന്നത്. ഞാൻ പറഞ്ഞ നിധിക്ക് വിശ്വാസമായില്ലെങ്കിൽ ആ സിദ്ധാർത്ഥിനെ തന്നെ വിളിച്ച് ചോദിക്കുക. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം നിധിക്ക് അവനൊരു വാച്ച് ഗിഫ്റ്റായി തന്നില്ലേ എന്ന് പറയുന്നുണ്ട് സുധീഷ്. അതിനെനിക്ക് പ്രോജക്റ്റ് നന്നായി ചെയ്തുകൊണ്ട് തന്നതാണെന്ന് പറയുന്നുണ്ട് നിധി. ആരെ പ്രോജക്റ്റ് നന്നായി ചെയ്താലും ഇതുപോലെ ഗിഫ്റ്റ് കൊടുക്കും, ഇക്കാര്യം വിദ്യയാണ് എന്നോട് പറഞ്ഞത്. ഓ, മറ്റുള്ളവർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഇതുപോലെ ഹാർട്ടും സ്മൈലിയും ഒക്കെ വെച്ച് സ്റ്റാറ്റസ് ഇടുമോ എന്ന് ചോദിക്കുന്നുണ്ട് സുധീഷ്. സ്റ്റാറ്റസോ, മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട് നിധി. നിധിക്ക് വാച്ച് തന്ന ഫോട്ടോയും സിമ്പിളും ഒക്കെ വെച്ചിട്ട് സ്റ്റാറ്റസ് ഇട്ടിരിക്കുകയാണ് അവൻ. ഇത് കേട്ട് നിധി പറയുകയാണ്, ഇല്ല സുധീഷ്, ഒരിക്കലും അങ്ങനെയൊന്നും സിദ്ധാർത്ഥ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് നിധി തർപ്പിച്ച് തന്നെ. ഓ, ചെയ്യില്ല പോലും, അവൻ്റെ സ്റ്റാറ്റസ് ഞാൻ കണ്ടതല്ലേ എന്ന് പറയുന്നുണ്ട് സുധീഷ്. അങ്ങനെ അതിനെ ചൊല്ലി വലിയ വാഗ്ദാദം നടക്കുകയാണ് രണ്ടുപേരും. ആ സ്റ്റാറ്റസ് സുധീഷ് കാണിച്ചു കൊടുക്കുമ്പോൾ ഞെട്ടുന്നുണ്ട് നിധി. ഇതൊന്നും ഞാൻ കണ്ടില്ല എന്നും പറയുന്നുണ്ട് നിധി. രണ്ടുപേരും നല്ല ജോഡിപ്പൊരുത്തമുള്ളവരാണ്, രണ്ടുപേരും ആർക്കിടെക്റ്റേഴ്സ്. നിങ്ങൾ സുഖമായിട്ട് ജീവിക്കുക, ഞാൻ റൗഡി നുണയൻ, ജോലിയാണെങ്കിലോ ടാക്സി ഡ്രൈവർ എന്നൊക്കെ കോംപ്ലക്സോടെ പറയുന്നുണ്ട് സുധീഷ്. അങ്ങനെ സുധീഷ് വലിയ രീതിയിൽ സിദ്ധാർത്ഥിനോട് നിധി സംസാരിക്കുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കൂടുകയും ചെയ്യുന്നുണ്ട് ഇതിനെ ചൊല്ലി രണ്ടുപേരും. ഇത് കേട്ട് വന്ന് സുഭാഷ് അടുക്കളവാതിലിൻ്റെ അവിടെ വന്ന് നോക്കിയിട്ട് നികേഷിനോടും ഹരീഷിനോടും സംസാരിക്കുകയാണ് ടെൻഷനോട്.
അവർ സംസാരിക്കുകയാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അവർ വഴക്കൂടുകയാണെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് വഴക്കൊന്നും ആയിരിക്കില്ല ചേട്ടാ, അവർ സംസാരിക്കുന്നതായിരിക്കുമെന്ന് പറയുന്നുണ്ട് ഹരീഷ്. ആ സമയം സുധീഷേ, ഞാൻ സിദ്ധാർത്ഥിനെ സപ്പോർട്ട് ചെയ്തതല്ലെന്ന് പറയുന്നുണ്ട് നിധി. നിധി എപ്പോഴും സിദ്ധാർത്ഥിനെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കാറുള്ളൂ, അങ്ങനെ പറയുന്നുണ്ട് സുധീഷ്. പെട്ടെന്ന് നിങ്ങളോട് പറയുന്നത് വേസ്റ്റാണെന്ന് പറഞ്ഞിട്ട് നിധി ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. സിറ്റൗട്ടിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്ന സുഭാഷിനെയും നികേഷിനെയും ഹരീഷിനെയും ശ്രദ്ധിക്കാതെ വളരെ ദേഷ്യത്തിൽ തന്നെ മുറിക്കകത്ത് പോയിരിക്കുന്നുണ്ട് നിധി. ഇത് കണ്ട സുഭാഷ്, ഇതേ കണ്ടില്ലേ, വളരെ ദേഷ്യത്തിലാണ് പോയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഓഫീസിലേക്ക് വന്ന നിധി ആകെ ടെൻഷനോടെ ഇരിക്കുകയാണ്. ആ സമയം സിദ്ധാർത്ഥിനെ കുറിച്ച് സുധി പറഞ്ഞതൊക്കെ ഓർക്കുന്നുണ്ട് നിധി. ദിവ്യ അടുത്ത പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതൊന്നും നിധി ശ്രദ്ധിക്കുന്നില്ല. ആ സമയം സിദ്ധാർത്ഥ ഓഫീസിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അതൊന്നും നിധി ശ്രദ്ധിക്കുന്നില്ല. സിദ്ധാർത്ഥ അടുത്ത് വന്ന് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് നിധിയോട്. പെട്ടെന്ന് വാച്ച് ശ്രദ്ധിക്കുന്ന സിദ്ധാർത്ഥ നിധിയോട്, എന്താ നിധി, ഇന്നും അതേ ലോക്കൽ വാച്ചാണോ കയ്യിൽ കെട്ടിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ സമാനമായി തന്ന വാച്ച് എന്താ കയ്യിൽ കെട്ടാത്തതെന്നും ചോദിക്കുന്നുണ്ട്. എന്താ ദിവ്യയ്ക്കൊന്ന് റെക്കമെൻഡ് ചെയ്യായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സിദ്ധാർത്ഥ്. ആ സമയം സിദ്ധാർത്ഥിൻ്റെ ഫോണിലേക്ക് കോൾ വരികയും 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയം നിധി ആ വാച്ച് കയ്യിൽ കെട്ട്, അല്ലെങ്കിൽ അയാൾ വെറുതെ വിടില്ല എന്ന് പറയുന്നുണ്ട് ദിവ്യ. നാളെ കയ്യിൽ കെട്ടിക്കൊണ്ട് വരാനും പറയുന്നുണ്ട്. ഇത് കേട്ട് ദേഷ്യത്തോടെ ഇരിക്കുന്നുണ്ട് നിധി. ആ സമയം സിദ്ധാർത്ഥ് നിധിയുടെ ക്യാബിനിലേക്ക് വരാനും സംസാരിക്കാനുണ്ടെന്നും പറയുന്നുണ്ട്. ദേഷ്യത്തോടെ നിധി സിദ്ധാർത്ഥിൻ്റെ ക്യാബിനിലേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയം മോഹൻ്റെ കയ്യിൽ കുറച്ച് ഫയൽസ് കൊടുത്തിരുന്നു. അത് നിധിക്ക് തന്നോ മോഹൻ എന്ന് ചോദിക്കുമ്പോൾ ഉവ്വെന്ന് പറയുന്നുണ്ട് നിധി. അത് നന്നായി പഠിക്കണം, അതാണ് നമ്മുടെ അടുത്ത പ്രോജക്റ്റ്സ് എന്ന് പറയുന്നുണ്ട് സിദ്ധാർത്ഥ്. ആ സമയം ഡള്ളായിരിക്കുന്ന നിധിയെ കണ്ട് അറിയോ ഓക്കെ എന്ന് ചോദിക്കുന്നുണ്ട് സിദ്ധാർത്ഥ്. എനിക്ക് ഗിഫ്റ്റ് തരുമ്പോൾ പ്രൊജക്റ്റ് ചെയ്തത് നന്നായാൽ ഈ ഓഫീസിലെ ഓരോ സ്റ്റാഫിനും ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാറുണ്ടെന്നല്ലേ സിദ്ധാർത്ഥ് പറഞ്ഞതെന്ന് നിധി ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുന്ന വാച്ച് അവർ കെട്ടാറുണ്ടോ എന്ന് പിന്നാലെ നടന്ന് നോക്കാറുണ്ടോ നിധി? അത് ഞാൻ കാഷ്വലായി ചോദിച്ചതാ, അതിനെന്താ നിധി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് സിദ്ധാർത്ഥ്. സുധീഷിനോട് എന്താ സിദ്ധാർത്ഥ് പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് നിധി. സുധീഷോ? ഹൂയിസ് സുധീഷ് എന്ന് ചോദിക്കുന്നുണ്ട് സിദ്ധാർത്ഥ്. റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞാൻ സുധീഷിനൊപ്പമല്ലേ പോയത്, അപ്പോൾ സിദ്ധാർത്ഥ സുധീഷിനെ കണ്ടില്ലായിരുന്നോ, എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞാലെന്ന് ചോദിക്കുന്നുണ്ട്. ഓ, ആ ഡ്രൈവറാണല്ലേ എന്ന് പറയുന്നുണ്ട് സിദ്ധാർത്ഥ്. ഇത് കേട്ട് ദേഷ്യത്തോടെ നിധി സിദ്ധാർത്ഥനെ നോക്കുന്നുണ്ട്. അയ്യോ നിധി, അയാൾ ഡ്രൈവറായല്ലേ ജോലി ചെയ്യുന്നത്, അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട് സിദ്ധാർത്ഥ്. അയാളോട് എന്താണ് എനിക്ക് സംസാരിക്കാനുള്ളതെന്നും സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട്. സുധീഷിനോട് സിദ്ധാർത്ഥ് ഞാൻ സിദ്ധാർത്ഥിൻ്റെ പെണ്ണാണെന്ന് പറഞ്ഞോന്ന് ചോദിക്കുന്നുണ്ട് നിധി. ഞാനങ്ങനെ പറഞ്ഞുവെന്നോ? എനിക്കതെങ്ങനെ പറഞ്ഞതായിട്ട് ഓർമ്മയില്ല എന്ന് പറയുന്നുണ്ട് സിദ്ധാർത്ഥ്. അന്ന് ഞാൻ സേഫായി കൂട്ടിക്കൊണ്ടു പോകണമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടെന്ന് പറയുന്നുണ്ട് സിദ്ധാർത്ഥ്. ആ സമയം സ്റ്റാറ്റസിൻ്റെ കാര്യവും നിധി ചോദിക്കുന്നുണ്ട്. ഞാൻ സ്റ്റാഫുകൾക്ക് എന്ത് ഗിഫ്റ്റ് കൊടുത്താലും സ്റ്റാറ്റസ് ഇടാറുണ്ടെന്ന് പറയുന്നുണ്ട് സിദ്ധാർത്ഥ്. അതിനെന്തിനാ ഹാർട്ടും കിസ്സിങ് സ്മൈലിയൊക്കെ വച്ചിരിക്കുന്നതെന്ന് നിധി ചോദിക്കുന്നുണ്ട്. അന്ന് മോഹൻ സാറിന് ഗിഫ്റ്റ് കൊടുത്തപ്പോൾ സ്റ്റാറ്റസ് ഇട്ട് അതിനോടൊപ്പം കിസ്സിങ് സ്മൈലിയും ഹാർട്ട് സിമ്പിളും ഒക്കെ വച്ചിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് നിധി. അത് കാഷ്വലായി വെച്ച സ്റ്റാറ്റസാണ്, നിധി വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് സിദ്ധാർത്ഥ്. ഇത് കാഷ്വലായി വെച്ചതൊന്നുമല്ല സിദ്ധാർത്ഥ്, ഒരിക്കലും അല്ല എന്ന് പറയുന്നുണ്ട് നിധി. നിങ്ങൾ കാരണം ഞാനും സുധീഷും കൂടി ഒരുപാട് വഴക്കിട്ടു. സുധീഷ് എന്നോട് വല്ലാതെ ദേഷ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട് നിധി. അത്രയ്ക്ക് ദേഷ്യപ്പെടാൻ എന്താ ഉള്ളത്, നിധിയോടുള്ള അടുപ്പം കാരനാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് സിദ്ധാർത്ഥ്. അതിന് അയാളെന്തിനാ ദേഷ്യപ്പെടുന്നതെന്നും ചോദിക്കുന്നുണ്ട് സിദ്ധാർത്ഥ്. സുധീഷ് ദേഷ്യപ്പെടും ബിക്കോസ് ഹീ ഈസ് മൈ ഹസ്ബൻഡ് എന്ന് പറയുന്നുണ്ട് നിധി. ഇത് കേട്ട് ഞെട്ടി നിധിയെ നോക്കുന്നുണ്ട് സിദ്ധാർത്ഥ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയി എന്നെ സൂക്ഷിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ദേഷ്യം വരില്ലേ? വിശ്വസിക്കാനാകാതെ ഹസ്ബൻഡോ? നിധി എന്തായി പറയുന്നത്? അറിയോ ജോക്കിംഗ് എന്ന് പറയുന്നുണ്ട് സിദ്ധാർത്ഥ്. ഞാൻ ജോക്ക് പറഞ്ഞല്ല സിദ്ധാർത്ഥ്, സുധീഷ് എൻ്റെ ഹസ്ബൻഡാണെന്ന് പറയുന്നുണ്ട് നിധി. നിധി അന്ന് കസിനാണെന്നല്ലേ പറഞ്ഞത്, ഇന്ന് ഹസ്ബൻഡാണെന്ന് പറയുന്നു. സുധീഷ് എൻ്റെ ഹസ്ബൻഡാണ്, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് നിധി. പിന്നെ അന്നെന്തിനാ അങ്ങനെ പറഞ്ഞത്? അന്നത്തെ സിറ്റുവേഷനിൽ അങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണെന്ന് പറയുന്നുണ്ട് നിധി. ചിരിയോടെ അത് ജോക്കല്ലേ എന്ന് പറയുന്നുണ്ട് സിദ്ധാർത്ഥ്. ഞാൻ തമാശയല്ല പറഞ്ഞത്, സീരിയസ് ആയിട്ടാണ്. തുടർന്ന് സുധീഷും നിധിയും ഫാമിലിയുമായി നിൽക്കുന്ന വെഡ്ഡിംഗ് റിസപ്ഷൻ്റെ ഫോട്ടോ കാണിക്കുന്നുണ്ട് സിദ്ധാർത്ഥിന്. സിദ്ധാർത്ഥ് വിശ്വസിക്കാനാകാതെ നിധിയെ നോക്കുമ്പോൾ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം ആകാറാകുന്നു, ഞാൻ നന്നായി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് എന്നെ അഭിനന്ദിച്ചതൊക്കെ ശരി, പക്ഷേ ഇങ്ങനെ സ്റ്റാറ്റസ് വയ്ക്കുന്നത്, ഒരുപാട് അടുപ്പമുള്ള ആളുകളെ പോലെ സംസാരിച്ച് പരിധി ക്രോസ് ചെയ്യുന്നത്, രാത്രി 10 മണിക്ക് ശേഷം മെസ്സേജ് അയക്കുന്നത്, ഇതൊന്നും ശരിയല്ല എന്ന് പറയുന്നുണ്ട് നിധി. ഇത് കേട്ട് വിഷമത്തോടെ ഇരിക്കുന്നുണ്ട് സിദ്ധാർത്ഥ്. നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് അടുത്തുണ്ടായിരുന്നു. ഈ സമയത്ത് നിൻ്റെ ബോസ് നിനക്ക് മെസ്സേജ് അയക്കുന്നത് എന്തിനാണെന്ന് എൻ്റെ ഹസ്ബൻഡ് ചോദിക്കുന്നു. ഞാൻ എന്തു മറുപടിയാണ് പറയേണ്ടത്? നിങ്ങൾ കാരണം ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാകരുത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് നിധി.
ഇത് പറഞ്ഞ നിധി ക്യാബിനിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ കണ്ണു നിറഞ്ഞ് അവിടെ തന്നെ നിൽക്കുകയാണ് സിദ്ധാർത്ഥ്.